മലയാള നാടിൻ്റെ സ്വകാര്യ അഹങ്കാരമായ സാംസ്കാരിക നഗരത്തിൻ്റെ കിരീടത്തിൻ്റെ പൊൻതൂവലായ തൃശ്ശൂർ പൂരം ഇന്ന് ആവേശത്തോടെ ആഘോഷിക്കുകയാണ് എല്ലാവരും. തൃശ്ശൂർ പൂരത്തിന് ആവേശ തുടക്കമാണ് നൽകിയിരിക്കുന്നത്. ഇത്തവണ അവിടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം, അതായത് ആദ്യമായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട എംപിയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും അവിടെ അവർക്ക് പൂരപ്രേമികൾക്ക് ആവേശം പകരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനിയുള്ള ഈ ദിവസങ്ങളൊക്കെ തന്നെ 2-3 ദിവസങ്ങളോളം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു ആഹ്ലാദ തിമിർപ്പിലായിരിക്കും. ഏതായാലും നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി കൊമ്പൻ ശിവകുമാർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനട തുറന്ന് പുഷ്പവൃഷ്ടിക്കും ജനസാഗരത്തിൻ്റെ ആരവത്തിനുമിടയിൽ ശിവകുമാർ തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ പൂരം അവിടെ പൊടി പൊടിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപി വളരെ ഒരു സാധാരണക്കാരനായി അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏതായാലും രാവിലെ തന്നെ കുറ്റൂർ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളപ്പ് തുടങ്ങി. എഴുന്നള്ളപ്പ് പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപത്തു കൂടി തേക്കിൻകാട് മൈതാനിയും കടന്ന് മണികണ്ഠനാലിൽ എത്തി. കക്കാട് രാജപ്പൻ പ്രമാണിയായി നിരവധി കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളവുമൊക്കെ ഇതിന് അകമ്പടിയേകി. മേളത്തിൻ്റെ അകമ്പടിയോടെ വടക്കുംനാഥ ശ്രീമൂല സ്ഥാനത്തെത്തി കൊട്ടിക്കയറി പോവുകയാണ്. തൃപ്പുടയോടെ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് മാരാർ ശംഖ് വിളിച്ചതോടെ തെക്കേ ഗോപുര നട തുറന്നു. പൂരനഗരിയിലേക്കുള്ള ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങി. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തിയതോടെയാണ് ഘടകപൂരങ്ങളുടെ വരവ്. ഏതായാലും 11:30 ശേഷമാണ് പൂരത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ മടത്തിൽ വരവ്. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെയാണ് മടത്തിൽ വരവ്. ഇത് കാണാൻ ജനസാഗരം തന്നെയാണുള്ളത്. ഇത്തവണ 200 വിദേശികൾക്ക് മാത്രമാണ് VIP ഗാലറിയിൽ പാസ് അനുവദിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ കൂടുതൽ വിദേശികളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. വിദേശികൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇത്തരത്തിൽ യൂട്യൂബിലൂടെയും മറ്റ് TV ചാനലുകളിലൂടെയും ഒക്കെയാണ് തൃശ്ശൂർ പൂരം കാണുക. ഏതായാലും ഇത്തവണ മറ്റ് VIP പാസുകൾ അനുവദിച്ചിട്ടില്ല. അതായത് മന്ത്രിമാർ, MP മാർ അങ്ങനെയുള്ളവർക്കൊന്നും പാസ് അല്ലെങ്കിൽ ഗാലറികൾ അനുവദിച്ചിട്ടില്ല. ഗാലറികൾ ആകെ അനുവദിച്ചിരിക്കുന്നത് 200 വിദേശികൾക്ക് മാത്രമാണ്. ഏതായാലും ഉച്ചയ്ക്ക് 2:30 ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. വളരെ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് ഇലഞ്ഞിത്തറ മേളം. വൈകിട്ട് 5:30 ഈ ഏറ്റവും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുടമാറ്റം. നാളെ പുലർച്ചെ 3 മണിക്കാണ് ഏറ്റവും പ്രധാന ആകർഷണമായ മറ്റൊരു ഇതായ വെടിക്കെട്ട് നടക്കുക. പൂരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൂരാശംസകൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേർന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്ക് ആശംസ അറിയിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എക്സ്പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ആശംസ അറിയിച്ചത്. ഇന്ന് തൃശ്ശൂർ പൂരം കൊണ്ടാടുന്ന കേരളത്തിലെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ പൂരം ആശംസകൾ. മഹാനായ ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ച ഈ ആഘോഷം വർണ്ണാഭമായ നമ്മുടെ ആചാരങ്ങളുടെ നേർക്കാഴ്ചയാവുകയും അനാദിയായ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഐക്യത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം അമിത്ഷാ ഇതിലൂടെ ഈ ആശംസയിലൂടെ എക്സിലൂടെ കുറിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂരിലുള്ളവർ. തൃശ്ശൂരിൽ ഈ പൂരം തുടങ്ങി, അതായത് ആയിരങ്ങൾ സാക്ഷിയായി തെക്കേ ഗോപുരവാതിൽ തുറന്നപ്പോഴാണ് പൂര ചടങ്ങുകൾക്ക് തുടക്കമായത്. ഏതായാലും ഇത് ഒരു സാംസ്കാരിക ഉത്സവം കൂടിയാണ്. എല്ലാ വർഷവും പൂരം എന്ന് പറയുന്നത് അവർക്കൊരു വികാരം തന്നെയാണ്. തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, കേരളത്തിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവർക്ക് ഇത് ഒരു വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം, കൊറോണയുടെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അന്ന് പൂരം നടത്താതിരുന്നപ്പോൾ വലിയ നിരാശയായിരുന്നു എല്ലാവർക്കും, അന്ന് അവിടെ ഉണ്ടായിരുന്നവർക്കും അല്ലാതെ പൂരപ്രേമികൾക്കും എല്ലാം അനുഭവപ്പെട്ടത്. അത്രയധികം വലിയൊരു വികാരം തന്നെയാണ് പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം. കഴിഞ്ഞ വർഷം നമുക്കറിയാം, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ പൂരം അലങ്കോലമാക്കി എന്നതടക്കമുള്ള നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ADGP അടക്കം ഇതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും ഉയർന്നു വന്നു. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അത് ഒരു അപമതിപ്പുണ്ടാക്കിയ വിഷയം തന്നെയാണ്. സുരേഷ് ഗോപി ആംബുലൻസിലെത്തി എന്നതടക്കമുള്ള പല സംഭവങ്ങളും അന്ന് പ്രചരിച്ചു. അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഇറങ്ങി. പൂരം അലങ്കോലപ്പെടുത്താൻ
CPM-ൻ്റെ ഭാഗത്തു നിന്ന് ശ്രമം നടന്നു എന്ന രീതിയിൽ കോൺഗ്രസ്സൊക്കെ ഇത് വലിയ രീതിയിൽ വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായി. VD സതീശനൊക്കെ നിയമസഭയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. എന്തായാലും പൂരത്തെ അലങ്കോലപ്പെടുത്തരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഇത്തവണ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി കൂടിയായ അദ്ദേഹം, ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായി പൂരങ്ങളുടെ ഇടയിൽ അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം രാവിലെ മുതൽ തന്നെ അവിടെ ഉണ്ട്. പലപ്പോഴും ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ സുരക്ഷയോ ഒന്നും പാലിക്കാതെ അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയെ പോലെ പൂരപ്രേമികൾക്കിടയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഏതായാലും എല്ലാവരും, എല്ലാ സാറ്റലൈറ്റ് ചാനലുകളടക്കം ഇത് തത്സമയ സംരക്ഷണമായി നൽകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും സ്വാഭാവികമായും പൂരവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ ഒക്കെ നിലവിൽ ഉണ്ട്. അത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അത്തരത്തിൽ ഈ തിടമ്പേറ്റുക അല്ലെങ്കിൽ കുടമാറ്റം, അങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പലപ്പോഴും ഇതിൽ തിടമ്പേറ്റുന്ന കൊമ്പന്മാരൊക്കെ വളരെ പ്രശസ്തമായ കൊമ്പന്മാരാണ്. അതോടൊപ്പം തന്നെ കുടമാറ്റം വളരെ അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ്. കാരണം ഇത്രയും ആനകളൊക്കെ നിരന്ന് നിന്നിട്ട് ഇത്തരത്തിൽ കുടമാറ്റമൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ സുരക്ഷ അതീവ ഗുരുതരമായ, അല്ലെങ്കിൽ ഒരു അപകടവും ഉണ്ടാക്കാത്ത വിധത്തിൽ അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് പൂരം എല്ലാ വർഷവും നടത്തി വരുന്നത്. കഴിഞ്ഞ വർഷം മാത്രമാണ് ഇത്തരത്തിൽ അത് സർക്കാരിനെ സംബന്ധിച്ച് ഒരു അവമതിപ്പുണ്ടാക്കിയ സംഭവം ഉണ്ടായത്. എന്നാൽ ഇത്തവണ അതിൻ്റെ പഴുതടച്ചുള്ള സുരക്ഷയും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാത്ത വിധത്തിൽ പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂരപ്രേമികളെല്ലാം തന്നെ ഏറെ ആവേശത്തിലാണ്. ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് തെക്കേ ഗോപുര വാതിൽ തുറന്നത്. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ പൂരവിളംബരം നടത്തി. ഇതോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായത്. വൈകിട്ടാണ് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയൊക്കെ നടത്തിയത്. അപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വരുന്ന ആനകളുടെയൊക്കെ ഫിറ്റ്നസ് പരിശോധന കൃത്യമായി നടത്തും. കാരണം എന്തെങ്കിലും ഒരു ആന മദപ്പാടൊക്കെ ഉണ്ടായാൽ വലിയ ക്രൗഡുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ആനകളുടെ എല്ലാം ഫിറ്റ്നസ് പരിശോധന നടത്തിയ ശേഷം മാത്രമേ ആനയെ ഇത്തരത്തിൽ ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് ഇറക്കുകയുള്ളൂ. ഏതായാലും 7:30 മുതൽ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങി. ഇനി പ്രധാനമായും വരുന്നത് 11:30 ബ്രഹ്മസ്വം മഠത്തിന് മുമ്പിൽ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം. വലിയ ആവേശമാണ് ഈ പഞ്ചവാദ്യത്തിന് കിട്ടുന്നത്. പൂരപ്രേമികളെല്ലാം തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പഞ്ചവാദ്യവുമായി ബന്ധപ്പെട്ട് പോകുന്നത്. 2:30 വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിൽ ഇലഞ്ഞിത്തറ മേളമുണ്ട്. ഇലഞ്ഞിത്തറ മേളമൊക്കെ വലിയ ആഘോഷമാണ് എല്ലാവരെയും സംബന്ധിച്ച്. വൈകിട്ട് 5:30 ഏറ്റവും പ്രധാനപ്പെട്ട കുടമാറ്റം. ഒപ്പം പുലർച്ചെ 3 വെടിക്കെട്ട്. ഏതായാലും മറ്റന്നാൾ രാവിലെ അല്ലെങ്കിൽ ഈ നാളെ രാവിലെയോടുകൂടി ഈ വെടിക്കെട്ട് കഴിയുന്നതിന് ശേഷം തന്നെ പകൽപൂരത്തിനും വെടിക്കെട്ടിനും ശേഷം ഉപചാരം ചൊല്ലി പിരിയുകയും ചെയ്യും.